ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കെതിരായ വ്യക്തി അധിക്ഷേപവും തെറിവിളിയുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെയും അണികളുടെയും മുഖ്യ പ്രവർത്തന അജണ്ട. പ്രധാന ലക്ഷ്യം വടകര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയും. കേട്ടാലറയ്ക്കുന്ന തെറിയാണ് സൈബർ ഇടത്തിൽ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പോസ്റ്ററുകൾക്ക് താഴെ വരുന്നത്. അതിനൊക്കെ പുറമെ ആരോഗ്യമന്ത്രിയായിരിക്കെ KK ശൈലജ നടത്തിയ ലോകം അംഗീകരിച്ച പ്രവർത്തനങ്ങൾക്ക് നേരെ ഉയർത്തുന്ന ആക്ഷേപങ്ങൾ വേറെയും. കോവിഡ് കള്ളിയെന്നും നിപ്പാറാണിയെന്നും മുദ്രാവാക്യം വിളിച്ച് മുസ്ലിം ലീഗുകാർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് റാലി പോലും നടത്തി. സംഘി ടീച്ചർ എന്ന് വിളിച്ചാണ് കോൺഗ്രസിന്റെ IT സെൽ സിംഹത്തിന്റെ അധിക്ഷേപം. KK ശൈലജ CPIM കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. തുടക്കം മുതൽ അടിമുടി കമ്മ്യൂണിസ്റ്റ്. നിലപാടിലോ പ്രവൃത്തിയിലോ എവിടെയും സംഘപരിവാറുമായോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായോ ചായ്വ് കാണിച്ചിട്ടില്ല. ആവർത്തിച്ചു പ്രത്യക്ഷപ്പെട്ട മഹാമാരി കാലത്ത് KK ശൈലജ എന്ന ആരോഗ്യമന്ത്രിയും സർക്കാരും നടത്തിയ പ്രവർത്തനങ്ങളെ കേരളത്തിലെ ജനങ്ങളും ലോകത്തെ വിവിധ രാജ്യങ്ങളും ആരോഗ്യ സംഘടനകളും അംഗീകരിച്ചതാണ്. അപ്പോഴും നിപ്പ രാജകുമാരി, കോവിഡ് റാണി, ബാർ ഡാൻസർ, തുന്നൽ ടീച്ചർ, കള്ളി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയായിരുന്നു അന്നത്തെ KPCCയുടെ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള UDFന്റെ തലമൂത്ത നേതാക്കൾ. തിമിരം ബാധിച്ച അണികൾ എരിവും പുളിയും കൂട്ടി അത് ആവർത്തിച്ചു. കോവിഡ് കാലത്ത് ഏറ്റവും ക്ഷാമം നേരിട്ടിരുന്ന PPE കിറ്റ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ലഭ്യമാക്കിയതിനെ അഴിമതി എന്ന് പറഞ്ഞ് KK ശൈലജയെ അഴിമതിക്കാരിയാക്കി ചിത്രീകരിക്കാൻ കോൺഗ്രസ് സൈബർ അണികൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെയെല്ലാം മറുപടി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനം കോൺഗ്രസിന് നൽകിയതാണ്. 60,963 എന്ന കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് KK ശൈലജ എന്ന സ്ഥാനാർത്ഥി അന്ന് വിജയിച്ചത്. അന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്തവരെല്ലാം ഇടതുപക്ഷ അനുഭാവികളായിരുന്നില്ല. അതിൽ ഇതര രാഷ്ട്രീയ അനുഭാവികളും രാഷ്ട്രീയ എതിരാളികളും ഉണ്ടായിരുന്നു. ഇതൊന്നും കോൺഗ്രസിന് ഒരു പാഠമേയല്ല. ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്ന തെറിപ്രയോഗം അവർ തുടരുക തന്നെ ചെയ്യണം. സുധാകരന്റെയും സതീശന്റെയും അണികളിൽ നിന്ന് ജനങ്ങൾ ഇത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പ്രതിപക്ഷ ബഹുമാനമോ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്നോ ഒന്നും അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമേയില്ല. ഇതിങ്ങനെ തുടരുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിലും KK ശൈലജയ്ക്ക് ഭൂരിപക്ഷം തിരുത്താൻ തന്നെ വഴിവെക്കും. ഷാഫി പറമ്പിലിന് അങ്ങനെ മണ്ഡലം കണ്ട റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തോറ്റുമടങ്ങുകയും ചെയ്യാം.